Welcome back to Bosco Campus Vision, YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Managerial Economics, which is a co-paper for Semester 1 BCom Tax Procedure and Practices students under Kerala University. This is the 40th lecture of the series. In this lecture, we are discussing about monopolistic competition. Let us discuss. Monopolistic competition is that form of market in which there are large number of sellers selling differentiated products which are similar in nature but not homogeneous. For example, the different brands of soap. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഫോമാണ്. അവിടെ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. അവർ സെല് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്, സിമിലർ നേച്ചറിലുള്ള ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അത് ഹോമോജനസ് ആയിരിക്കില്ല. എക്സാമ്പിൾ പറയുന്നത് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് സോപ്പ്. എക്സാമ്പിൾ ലെക്സ്, പിയേഴ്സ്, ഫിയാമ, അതെല്ലാം സോപ്പിൻ്റെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സുകളാണ്. എല്ലാം കാണാനും ഒരേപോലെയല്ല, ഹോമോജനസ് അല്ല, പക്ഷേ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അത് സെല്ല് ചെയ്യുന്ന ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഈ മാർക്കറ്റിലുണ്ട്. അപ്പം മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് സോപ്പ്. ദിസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ഗുഡ്സ് വിത്ത് എ ലിറ്റിൽ ഡിഫറൻസ് ഇൻ ഓഡർ, സൈസ് ആൻഡ് ഷേപ്പ്. വി സെപ്പറേറ്റ് ദം ഫ്രം ഈച്ച് അതർ. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള ഈ പ്രോഡക്റ്റുകളെല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ചെറിയ ചെറിയ ഡിഫറൻസുകളായിരിക്കും ഒരു പ്രോഡക്റ്റിന് മറ്റൊന്നിൽ നിന്നുണ്ടാവുക. അതതിൻ്റെ ഒഡർ, സ്മെല്ല് കൊണ്ടാവാം, സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ്, ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒന്ന് മറ്റൊന്നിൽ നിന്നും ഡിഫറൻഷിയേറ്റഡ് ആവുന്നത്. ദിസ് കൺസെപ്റ്റ് ഓഫ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ വാസ് ഡെവലപ്ഡ് ബൈ ആൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് ചാംബർലൈൻ. It is a combination of perfect competition and monopoly. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള ചാംബർലൈൻ ആണ്. അദ്ദേഹം പറയുന്നത് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മോണോപ്പൊളിയുടെയും കോമ്പിനേഷൻ ആണെന്നാണ്. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ബോത്ത് മോണോപ്പൊളി ആൻഡ് കോമ്പറ്റിറ്റീവ് എലമെൻറ്റ് ആർ പ്രസൻറ്റ്. നമ്മൾ പറഞ്ഞു മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മോണോപ്പൊളിയുടെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ മോണോപ്പൊളിയും ഉണ്ട്, കോമ്പറ്റിറ്റീവ് എലമെൻസും മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുണ്ടായിരിക്കും. ദ മോസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫീച്ചേഴ്സ് ഓഫ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ വിച്ച് മേക്സ് ഇറ്റ് എ ബ്ലെൻഡിങ് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളി ഈസ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. Product differentiation refers to the actively created differences in products with respect to brand, trademark, design, packaging, color, size, measurement, weight, such that though the products are similar, they are not identical, or in other words, the products are different but closely related. Product differentiation. Similar product തന്നെ അതിൻ്റെ ബ്രാൻഡിൽ, ട്രേഡ് മാർക്കിൽ, ഡിസൈനിൽ, പാക്കേജിൽ, കളർ, സൈസ്, മെഷർമെൻറ്റ് ആൻഡ് വെയ്റ്റ്, ഇതിലെല്ലാം ആ പ്രോഡക്റ്റിൽ ഡിഫറൻസ് കൊണ്ടുവരുന്നതാണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. സോപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കണ്ടൻറ്റുകളെല്ലാം സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ സൈസിൽ, കളറിൽ, മെഷർമെൻറ്റിൽ, പാക്കേജിങ്ങിൽ, ഡിസൈനിൽ, അതിൻ്റെ ബ്രാൻഡ്, ട്രേഡ് മാർക്ക്, ഇതിലെല്ലാം ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഉപയോഗമെല്ലാം ഒരേപോലെ തന്നെയാണ്, പക്ഷേ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ ആ മാർക്കറ്റിലുണ്ട് എങ്കിൽ ആ മാർക്കറ്റിനെ നമുക്ക് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയാം. Then look at the features of monopolistic competition. First one, large number of sellers and buyers. In monopolistic competition, the number of sellers is large and each other act independently without any mutual dependence. Here, the action of an individual firm regarding change in price has no effect on the market price. The firms under monopolistic competition are not price takers.
മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ഉള്ള മാർക്കറ്റാണ്. അവിടെ ഫേംസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പ്രൈസ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള ഫേംസ് പ്രൈസ് ടേക്കേഴ്സ് അല്ല, അവർ പ്രൈസ് മേക്കേഴ്സ് ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. Most of the firms under monopolistic sell products which are not homogeneous in nature but are closely substitutes. Products are differentiated from each other in the following ways. The two ways are real differentiation and artificial differentiation. First one, real differentiation. These types of product differentiation arises due to difference in the quality of inputs used in making these products, differences in location of firms and their sales service. റിയൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ്റെ ഒരു പാർട്ടാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ടാവുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് കൊണ്ടോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് കൊണ്ടോ, ഫേമിൻ്റെ ലൊക്കേഷനിലുള്ള ഡിഫറൻസ് കൊണ്ടോ, അവരുടെ സെയിൽസ് സർവീസിലുള്ള ഡിഫറൻസ് കൊണ്ടോ ഉണ്ടാവുന്നതാണ് റിയൽ ഡിഫറൻഷിയേഷൻ. ദെൻ ആർട്ടിഫിഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ സെല്ലർ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ ബയേഴ്സ് ഓഫ് ദോസ് പ്രോഡക്ട്സ് ത്രൂ അഡ്വർടൈസ്മെൻറ്റ്, അട്രാക്റ്റീവ് പാക്കേജിംഗ് എക്സെട്ര. ബയേഴ്സിൻ്റെ മൈൻഡിൽ സെല്ലർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിഫറൻഷിയേഷനാണ്. ആ പ്രോഡക്റ്റിലൂടെ അവരൊരു ഡിഫറൻഷിയേഷൻ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ ബയേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു ത്രൂ അഡ്വർടൈസ്മെൻറ്റ് ഓർ അട്രാക്റ്റീവ് പാക്കേജിംഗ് എക്സെട്ര. Third one, non-price competition. In this case, different firms may compete with each other by spending a huge sum of money on advertisements, keeping the product prices unchanged. മൂന്നാമത്തത് നോൺ പ്രൈസ് കോമ്പറ്റീഷനാണ്. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫേംസ് മറ്റൊരു ഫേംസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് അവർ ഹ്യൂജ് എമൗണ്ട് അഡ്വർടൈസ്മെൻറ്റിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യാതെ തന്നെ. ഫോർത്ത് വൺ, സെല്ലിംഗ് കോസ്റ്റ്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ബൈ എ ഫേം ടു പ്രൊമോട്ട് ദ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് സെല്ലിംഗ് കോസ്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് കോസ്റ്റിൽ പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റും സെയിൽസ് പ്രൊമോഷൻ കോസ്റ്റും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. There are no restrictions on the entry of new firms and the firms decide to leave the industry. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ആണ്. അവിടെ പുതിയ ഫേംസിന് എൻട്രി ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഉള്ള ഫേംസിന് എപ്പോൾ വേണമെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ നിന്നും ലീവ് ചെയ്യുകയും ചെയ്യാം. എവറി ഫേംസ് അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഏൺസ് only normal profit in the long run and these arises no supernormal profit nor loss. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനുള്ള എല്ലാ ഫേംസും നോർമൽ പ്രോഫിറ്റാണ് ലോങ് റണ്ണിൽ ഏൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റോ ലോസോ ഉണ്ടാകാറില്ല. ദ നെക്സ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് പ്രൈസ് പോളിസി. എ ഫേം അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി to some extent and hence they face an inverse relationship between price and quantity. In this case, the price elasticity of demand would be relatively elastic because of the existence of many substitutes. ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൈസ് പോളിസിയാണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനുള്ള ഫേംസ് അഡോപ്റ്റ് ചെയ്യുന്നത്. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൈസിനെ എപ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഈ കേസിൽ ഉണ്ടാവുക. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.